നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാവിധ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഈ ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പ് പൂർണ്ണമായും അറിയുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്തകളും തത്സമയം അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പരിഗണിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 5 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ സംസ്ഥാനത്ത് 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ നിന്നുകൊണ്ട് 2 മാസത്തെ പെൻഷൻ തുക ഉടൻ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 15-ാം തീയതിക്കകം തന്നെ ആ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പുതിയ നടപടികളൊക്കെ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നിയമസഭ യോഗത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രതിപക്ഷ MLA മാരൊക്കെ പെൻഷൻ നൽകാത്തതിനെ തുടർന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അടിയന്തര പ്രമേയത്തിന് മേൽ വലിയൊരു ചർച്ച ഉണ്ടാകുന്നതൊക്കെ നമ്മൾ മറ്റുള്ള വാർത്തകളിലൊക്കെ കണ്ടതാണ്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കളുടെയും അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ഒക്കെ പ്രതിഷേധം ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം 15-ാം തീയതിക്കകം 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ആദ്യം തുക ലഭിക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സഹകരണ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ആളുകളുടെ കൈകളിലേക്ക് തുക എത്തിച്ചേരുക എന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ കൈപ്പറ്റുന്ന ആരെങ്കിലും ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം 20-ാം തീയതിക്കകം തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിലൊക്കെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ലഭിക്കാത്ത ആളുകൾ അവരുടെ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ പെൻഷൻ മാസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഒന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് പരിശോധിക്കേണ്ടതാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പെൻഷൻ മാസ്റ്ററിംഗ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ ID ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കേണ്ടതാണ്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും തത്സമയം അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വാർത്താ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.